ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണേ. അപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് പോയി തുടങ്ങി അല്ലേ? ആദ്യത്തെ ഒരാഴ്ച ടീച്ചേഴ്സ് ക്ലാസ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാഠത്തിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? വേണ്ടത്ര മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഇനി മഴ വരും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലയാളം ഫസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേരള പാഠാവലി എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതായിരുന്നു. കേരള പാഠാവലിയിലെ കുറച്ച് പാഠങ്ങൾ പറഞ്ഞു തരാമോ എന്നൊക്കെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മളോട് പറയാറുണ്ട്. സോ ഇന്ന് ഞാൻ കേരള പാഠാവലിയിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗം തുടക്കം തന്നെ കേട്ടോ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാം. ഇനി ഓരോ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് മലയാളം ഫസ്റ്റ് കേരള പാഠാവലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിന് മുൻപേ നമുക്കിതാ മഴയൊന്നും ഇല്ലെങ്കിലും മൺസൂൺ ഓഫർ നമ്മൾ സൈലം കൊടുക്കുന്നുണ്ട്. 10% ഓഫറോട് കൂടി എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അഡ്മിഷൻ എടുക്കാം. 10% ആണ് നമ്മുടെ ഓൺലൈൻ ബാച്ചുകളിലേക്കൊക്കെയുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത്. ഹറിയപ്പ്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, ഇന്ന് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യാണ് എന്നും കൂടെ ഞാനിത് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൺസൂർ ഓഫറാണ്. എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ പൃഥ്വി ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത് അടിപൊളി ഒരു ബാച്ചാണ്. അതിൻ്റെ കുറേ പ്രത്യേകതകൾ പല വീഡിയോസിലൂടെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ മൺസൂൺ ഓഫർ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് നിങ്ങൾ വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇനി എന്താണ് നമുക്ക്. അപ്പോൾ നമ്മളെ പാഠങ്ങളെ കുറിച്ചൊരു ധാരണ വേണം അല്ലേ നമുക്ക്. ഇത് നോക്കിയേ, ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടേ നമുക്ക്. ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന് പറയുന്ന യൂണിറ്റിലാണ് മണ്ണിൻ്റെ കിനാവുകൾ, പിന്നെ കാട്ടിലെ മഴ, ഡെയ്സി ചെടി. അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പം വായുവില്ലാത്ത ലോകം, ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്ന് പറയുന്ന ഇതിൽ വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർനാഗം. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ പാർട്ട് 1. ഇടുക്കിയുടെ താജ്മഹൽ, ഉയരങ്ങളിലേക്കൊരു യാത്ര, ഉണ്ണിയുടെ വിമാന യാത്ര. അടുത്ത ഇതിൽ ഏത് വരെ വരുന്നുണ്ടെന്നറിയോ? നീർനാഗം വരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടാവും. ഫസ്റ്റ് ടേം എക്സാമിന് നിങ്ങൾക്ക് നീർനാഗം വരെയാണ് പരീക്ഷയ്ക്കുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് പഠിക്കണം. ഇപ്പോൾ മണ്ണിൻ്റെ കിനാവുകൾ, ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന് പറയുന്ന ഭാഗത്തിൽ മണ്ണിൻ്റെ കിനാവുകളിൽ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് നോക്കാം. തുടക്കമാണേ. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അതിൻ്റെ പാഠത്തിൻ്റെ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നാണ് നമ്മളെ പാഠത്തിൻ്റെ പേര് അല്ലേ? അല്ല, യൂണിറ്റിൻ്റെ പേര്. അതിൻ്റെ തുടക്കത്തിൽ ഒരു പ്രവർത്തകമായിട്ട് നമുക്ക് മനോഹരമായ ഒരു ചിത്രവും അതിനോടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇത് നോക്കൂ, ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് നോക്കൂ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ? ആ കുട്ടി എന്തിനെയാണ് നോക്കുന്നത്? ഈ പക്ഷിയാണ്. എവിടെയാണ് പക്ഷി ഇരിക്കുന്നത്? ഈ ഒരു മരച്ചില്ലയിലാണ്. പുറത്ത് എന്തുണ്ട്? നല്ല മഴയുണ്ട്. നല്ല മഴയുള്ള ഒരു ദിവസം അല്ലേ? ഒരു കുട്ടി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് മരക്കൊമ്പിൽ മഴ നനഞ്ഞ് ചിറകൊക്കെ ഇങ്ങനെ ഇട്ടടിച്ച് ഒരു പക്ഷി നിൽക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ? മനോഹരമായ കാഴ്ചയല്ലേ? അപ്പം മഴ ഭൂമിയിലേക്ക് പെയ്യുക എന്ന് പറയുമ്പോൾ, മഴ കാണുന്നു എന്ന് പറയുമ്പോൾ, മഴ കാണുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പക്ഷി മഴ നനയുന്നതിനെ പറ്റി, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോദ്യമാകാം. വേണമെങ്കിൽ നനയാതെ എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് അങ്ങോട്ട് വിളിക്കുക അല്ലേ? ഇത് നോക്കൂ, നമുക്ക് വായിച്ചു നോക്കാം. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. അപ്പം മഴ കാണുന്നതും മഴയെ അറിയുന്നതും മഴ തൊടുന്നതും ഒക്കെ ഒരു രസമാണ് നമുക്കല്ലേ? കൂടുതൽ മഴ പെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ഉരുൾപൊട്ടൽ പോലത്തെ പ്രളയം പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മഴയോട് നമുക്കൊരു അനിഷ്ടം തോന്നാറ്, ഒരു ഇഷ്ടക്കുറവ് തോന്നാറ്. പക്ഷേ ഈ മഴ, നല്ല മഴയെ നമുക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടമല്ലേ? മഴയുടെ താളം അല്ലേ? അപ്പോൾ ഇതിലെ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? എന്തു പറയാനത്? എന്തൊക്കെ കാഴ്ചകളാണ് എന്ന്? മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി അല്ലേ? പക്ഷിയെ നോക്കിയിരിക്കുന്ന കുട്ടി, നല്ല തിമിർത്തു പെയ്യുന്ന മഴ,
തിമർത്തു പെയ്യുന്ന മഴ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? അത് എഴുതാൻ പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് അതിനെക്കുറിച്ച് എഴുതാം അല്ലേ? ശരിയല്ലേ? ഇനി നമുക്ക് മണ്ണിന്റെ കിനാവുകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലോട്ട് പോകാട്ടോ. മണ്ണിന്റെ കിനാവുകൾ. എന്താ മണ്ണിന്റെ കിനാവുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മണ്ണിനും കിനാവുണ്ടാവും. കിനാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വപ്നം എന്നല്ലേ? കിനാവ് കാണാ, നീ എന്താ കിനാവ് കാണുക എന്ന് ചോദിച്ചാൽ സ്വപ്നം കാണുക എന്നാണ്. വേറെ ഏതോ ലോകത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരാളോട് നീ എന്താ കിനാവ് കാണുക എന്ന് ചോദിച്ചാൽ സ്വപ്നം കാണുക എന്നാണ് അല്ലേ അർത്ഥം. അപ്പോൾ നമ്മുടെ മണ്ണിന് കുറേ കിനാവ് ഉണ്ടാവും. എന്താണ് മണ്ണിന്റെ കിനാവുകൾ? മഴ, ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ മഴയിൽ പൂക്കുന്ന അല്ലേ, കായ്ക്കുന്ന ചെടികളെ പറ്റിയും അല്ലേ, മരങ്ങളെ പറ്റിയും എല്ലാം മഴയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ആ മണ്ണ് അതിമനോഹരമാകുന്നതിനെ പറ്റി ഉണ്ടാവില്ലേ, പ്രതീക്ഷ ഉണ്ടാവില്ലേ? അപ്പോൾ മണ്ണിന്റെ കിനാവുകൾ എന്ന് പറയുന്ന കവിത എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഞാൻ ആ കവിത ചൊല്ലി നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പോൾ കവിത മനോഹരമാണ്, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ആരാണ്? മധുസൂദനൻ നായരാണ് അല്ലേ? മണ്ണിന്റെ കിനാവുകൾ. അപ്പോൾ കവിതയിൽ കുറേ പൂവുകളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ പൂവാണ്? മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, ജമന്തിപ്പൂവ്, കോളാമ്പിപ്പൂവ്, പനിനീർ, മുല്ല, കൃഷ്ണകിരീടം, വാടാമല്ലി, ഇത്രയും പൂക്കളെ പറ്റി ഇതിൽ പറയുന്നുണ്ട് അല്ലേ? ഇത്രയും പൂക്കളെ പറ്റി ഇത് പറയുന്നുണ്ട്. നിങ്ങളോട് കവിതയൊക്കെ വായിച്ച് അതിൻ്റെ ഒരു ആശയം എഴുതാൻ പറയാം, അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവോ? കവിത എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് ടീച്ചർ വിചാരിക്കുകയാണേ. ഒരു ഷോർട്ട് വീഡിയോയിൽ ടീച്ചർ ആ കവിത വേണമെങ്കിൽ ചൊല്ലിയിടാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ്. നമ്മൾ ഏതിൻ്റെ? മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് കേട്ടോ. അപ്പോൾ ആസ്വാദനക്കുറിപ്പ്, ആശയം എഴുതുക, ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മലയാളത്തിൻ്റെ പ്രിയ കവി അല്ലേ മധുസൂദനൻ നായർ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ ഏത് കവിതാ സമാഹാരത്തിൽ നിന്നാണ്? ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത മനോഹരമായൊരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ. മണ്ണിന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് കവി പറയുന്നത്. മണ്ണിനുണ്ടാവും പ്രതീക്ഷ, മണ്ണിനുണ്ടാവും സ്വപ്നങ്ങൾ. പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ചും പൂക്കളുടെ പൊതുവായ സവിശേഷതകളെക്കുറിച്ചും കവി പറയുന്നു. മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവി ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു. ഇതിലൂടെ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. വെയിലിൻ്റെ നിറവും മുക്കുറ്റിപ്പൂവിൻ്റെ നിറവും ഒരുപോലെയാണെന്നാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്തിരിക്കുന്നത്. തുമ്പപ്പൂവിലെ വെളുത്ത വെണ്ണിലാവി, അങ്ങനെ, അതായത് നിലാവിനെ തുമ്പപ്പൂവിനെ നിലാവുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. സന്ധ്യാനേരത്ത് ആകാശത്ത് തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വെണ്മയുള്ളതാണ് എന്നാണ് പറയുന്നത്. തുമ്പപ്പൂക്കൾ നമ്മുടെ നിലാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ വെളിച്ചമാണ് കേട്ടോ. ചന്ദ്രനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെളിച്ചത്തെയാണ് നമ്മൾ നിലാവ് എന്ന് പറയാം. അപ്പോൾ തുമ്പപ്പൂ പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. സന്ധ്യാനേരത്ത് ആകാശത്ത് വിരിയുന്ന നിറവുമായാണ് ജമന്തിപ്പൂക്കളിന്റെ നിറം എന്താ? സന്ധ്യക്ക് സന്ധ്യാസമയത്തിന്റെ ആ ഒരു നിറമില്ലേ, ചുവന്ന നിറം അല്ലേ, ചുവപ്പും ഓറഞ്ചും എല്ലാം ചേർത്തിട്ടുള്ള ഒരു നിറമാണ്. സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തിപ്പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വിശേഷിപ്പിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അത് തന്നെ. എന്താണ്? ഭൂമിയിൽ പറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് എന്താണ് എന്നാണ് പറയുന്നത്? വിശാലമായ നീലാകാശമാണ് അല്ലേ? അപ്പോൾ പൂക്കള് ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു കാഴ്ച, അപ്പോൾ കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അത് തന്നെയാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ ഇതളുകളിൽ വെള്ളത്തുള്ളി പതിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? അതിനെ കോർത്ത് മാലയായി ധരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി ആയിക്കോട്ടെ മഞ്ഞുതുള്ളി ആയിക്കോട്ടെ, അത് പൂക്കളിൽ ഒരു മാല പോലെ ഇങ്ങനെ നിൽക്കും. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട്, ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളുമെന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും നിറഞ്ഞ പ്രതീക്ഷകളുമായാണ് കവി കാണുന്നത്. അല്ലേ? പൂക്കളുടെ ആ ഒരു പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് മണ്ണിന്റെ കിനാവുകൾ ഈ പൂക്കളാണ്, അല്ലേ? പൂവ് വിരിഞ്ഞു നിൽക്കുന്നതൊക്കെയാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? ടീച്ചർ ഇത്തരം വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും വരാം. കവിത ചൊല്ലിത്തരണം എന്ന് ആഗ്രഹമുണ്ട്. അതൊരു വീഡിയോയിൽ, ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചൊല്ലിത്തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ മലയാളവുമായിട്ട് ശ്രുതി ടീച്ചർ വീണ്ടും വീണ്ടും വരാം. നിങ്ങൾ ഉണ്ടാവണം കാണാൻ. അപ്പോൾ ബൈ.